ഹലോ, കാര്യത്തിക്കിളിക്കൊണ്ട് ഇന്നത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ സുധീഷിനെ സ്റ്റേഷനിൽ നിന്നൊക്കെ 50,000 രൂപ അടച്ചിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അതിനുശേഷം അവർ തമ്മിൽ ഹരീഷുമായിട്ട് പിന്നെയും ഉടക്കുകയാണ്. കാരണം ആ ഒരു പൈസ എടുത്തതിനെ കുറിച്ചിട്ട് പറഞ്ഞ് അങ്ങനെ നിധി ഒത്തിരി മോശമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. കാരണം അവരുടെ അടികൂടൽ എപ്പോഴും നിങ്ങൾക്ക് ഇതേ ഉള്ളൂ, സമാധാനമായിട്ട് സംസാരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ അടുത്തും ദേഷ്യമായിട്ടൊക്കെ സംസാരിക്കുന്നു. അതിനുശേഷം പിന്നീട് കാണുന്ന സുധീഷ് നേരെ സമാധാനം കിട്ടാനായിട്ട് നേരെ പോകുന്നത് ഒരു ബാറിലേക്കാണ്. അവിടെ ചെന്നിട്ട് ബിയർ കുടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് തൊട്ടടുത്ത സീറ്റിലേക്ക് നോക്കുമ്പോൾ കാണാം അവിടെ അച്ഛൻ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഭാസ്കരൻ അവിടെ ഇരിപ്പുണ്ട്. ഭാസ്കരൻ സുധീഷിനെ കാണുന്നു. അപ്പോൾ സുധീഷിനെ തറപ്പിച്ചങ്ങ് നോക്കുകയാണ്. അപ്പോൾ നീ ഇവിടെയും ചോദിക്കുമ്പോൾ എനിക്കിത്തിരി സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു അവിടെയും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, ഇപ്പോൾ നിനക്ക് സമാധാനം കിട്ടാൻ വേണ്ടി നീ ഇങ്ങോട്ടേക്ക് വരും, പക്ഷേ കുറേ നാൾ കഴിയുമ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ നിൻ്റെ സമാധാനം ആകെ നശിച്ചു പോകും. അതുകൊണ്ട് ഇതിനുള്ള മാർഗ്ഗമല്ല എന്നൊക്കെ പറഞ്ഞ് ഭാസ്കരൻ കുറച്ച് ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ സുധീഷിന് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കത്തക്ക രീതിയിലാണ് ഭാസ്കരൻ പറയുന്നത്. കാരണം ഇത് കുടിക്കുന്നതുകൊണ്ട് മനസ്സമാധാനം കിട്ടില്ല എന്നൊക്കെയുള്ള രീതിയിൽ കുറച്ച് ഉപദേശം ഒക്കെ തന്നെ കൊടുക്കുന്ന കേട്ടോ. നല്ല ഉപദേശമാണ് ഒരച്ഛൻ എന്നുള്ള നിലയിൽ. അപ്പോൾ ആ ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം സുധീഷ് നേരെ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ സുഭാഷും നികേഷും ഹരീഷും ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ സുഭാഷ് ഏട്ടാ ക്ഷമിക്കണം, ഞാൻ അന്നേരത്തെ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണ്. കാരണം ഇവിടേക്ക് ഞാൻ വന്നപ്പോൾ ഈ പൈസയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത് അറിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഷോക്കായിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇത് കേൾക്കുമ്പോൾ നിധിക്കും അന്നേരം സുഭാഷ് തന്നെ പറയുന്നുണ്ട്, നിങ്ങളെപ്പോഴും പറയുമല്ലോ നിധി എടുത്തതുപോലെ പല പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഇവിടുന്ന് പോകല്ലോ, ഇങ്ങനെയൊക്കെയാണെങ്കിൽ കൂടുതൽ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഹോസ്റ്റലിൽ കൊണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ സുധീഷിന് പെട്ടെന്ന് ഷോക്കാവുന്നുണ്ട്. അങ്ങനെയാണ് സുധീഷ് അവിടുന്ന് ആ ഒരു ടെൻഷനിൽ അവിടുന്ന് ഇറങ്ങിയൊക്കെ പോരുന്നു. അങ്ങനെ എല്ലാവരോടും സോറി പറയുന്നു. അതിനുശേഷമാണെങ്കിൽ ഇങ്ങനെ ആകെ ഒരു കുറ്റബോധമുണ്ട്. അങ്ങനെ അവരിപ്പോഴും അങ്ങനെയാണല്ലോ, ചേട്ടനും അനിയും തമ്മിൽ തല്ലുകൂടും, പെട്ടെന്ന് തന്നെ അവർ യോജിക്കും അങ്ങനെ ഒരു രീതി തന്നെയാണ് കാണിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഏട്ടനനിയന്മാർ തല്ലുകൂടും, പെട്ടെന്നത് കളയും, പിന്നീട് അവർ ആത്മാർത്ഥത്തോടെ സ്നേഹിക്കുകയും ചെയ്യുന്ന കാണാം. അതുപോലെ തന്നെയാണ് കിളിക്കൂടിലും. അങ്ങനെ സുധീഷ് ഇതൊക്കെ പറഞ്ഞ ശേഷം വെളിയിലോട്ട് ആ ഒരു മാവിൻ ചുവട്ടിൽ പോയി ഇരിക്കുകയാണ്. പിന്നാലെ തന്നെ ഹരീഷും കൂടുന്നുണ്ട്. ഹരീഷും അവിടെ ചെന്ന് തൊട്ടടുത്തിരിക്കുന്നു. അപ്പോൾ രണ്ടുപേരുടെ ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറയുന്നത്, എന്നോട് ക്ഷമിക്കണം, എനിക്ക് അന്നേരത്തെ ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞു പോയതാണ് എന്നാണ് സുധീഷ് പറയുന്നത്. ഞാൻ പെട്ടെന്ന് ആ പൈസ എടുത്തപ്പോൾ ഞാൻ നിധിക്ക് സ്കൂട്ടർ വാങ്ങാനായിട്ട് വെച്ചിരുന്ന പൈസയായിരുന്നു, അതെടുത്തപ്പോൾ എനിക്ക് ആകെ വിഷമമായി, അതുകൊണ്ടാണ് പറഞ്ഞത്, നീ എന്നോട് ക്ഷമിക്കണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് സോറി പറയണം കേട്ടോ. ഇത് കണ്ടിട്ട് നിധിയാണെങ്കിൽ ഇപ്പോൾ ഈ സുഭാഷിനെ നികേഷിനെയൊക്കെ വിളിച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ സുഭാഷ് പറയാണ്, അത് സ്ഥിരം പരിപാടിയാണ്, അവർ തമ്മിൽ ഇങ്ങനെ സ്ഥിരമുള്ളതാണ്, തമ്മിലടിക്കുകയും ചെയ്യും, അത് കഴിയുമ്പോൾ അവർ തമ്മിൽ ഒന്നാകുകയും ചെയ്യും. നമ്മൾ അതിൽ ഇടപെടാൻ പോയാലാണ് കൂടുതൽ പ്രശ്നമാവുക, ഇല്ലെങ്കിൽ അത് അങ്ങനെ അങ്ങ് തീർന്നോളും. പിന്നീട് കിടന്നുറങ്ങി നേരം വിളക്കുന്ന സമയത്ത് സുധീഷ് എണീറ്റു, ഹരീഷ് എണീറ്റിട്ടില്ല കേട്ടോ. സുധീഷ് പെട്ടെന്ന് പോയി ഒരു മൊന്തയ്ക്കകത്ത് വെള്ളം കൊണ്ടുവന്ന് ഹരീഷിൻ്റെ മുഖത്ത് ഒഴിക്കുകയാണ്. ചാടി എണീറ്റു. എന്താണ് കാണിക്കുന്നത്, മനുഷ്യൻ കിടന്നുറങ്ങാനും സമ്മതിക്കില്ലേ. അപ്പോൾ പിടിച്ചെണീപ്പിക്കണം, അപ്പോൾ നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ പോകാനായിട്ട്. അപ്പോൾ സുധീഷ് ഒരു സ്വപ്നം കണ്ടാണ് ചാടി എണീക്കുന്നത് കേട്ടോ, മറ്റൊന്നുമല്ല. നിധി ഇങ്ങനെ സ്കൂട്ടറിൽ വരുന്നതൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടാണ് ചാടി എണീക്കുന്നത്. അപ്പോൾ നിധിക്ക് സ്കൂട്ടർ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സുധീഷ് പെട്ടെന്ന് ഹരീഷിനെ വിളിച്ചുണർത്തി കൂടെ കൂട്ടാനൊക്കെ നോക്കുന്നു. അപ്പോൾ ഹരീഷ് സമ്മതിക്കുന്നില്ല, കുറച്ചുകൂടെ കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് സമ്മതിക്കാതെ തന്നെ പിടിച്ച് ചെയ്യിപ്പിക്കുന്നു. വാ കഴിവാനൊക്കെ വെള്ളം കൊണ്ട് കൊടുത്ത് രണ്ടുപേരും റെഡിയായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ സുഭാഷ് പാലൊക്കെ വാങ്ങി വരികയാണ് രാവിലെ. അപ്പോൾ നിങ്ങൾ എങ്ങോട്ട് രാവിലെ ഒരിടം വരെ പോകണം, ചായ കുടിച്ചിട്ട് പോകാമെന്നൊക്കെ സുഭാഷ് പറയുന്നുണ്ട്. അപ്പോൾ സുധീഷ് പറയുന്നത്, വേണ്ട, ചായയൊക്കെ ഞാൻ പോകുന്ന വഴിക്ക് അവന് വാങ്ങിക്കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോകാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ തോളോട് തോൾ ചേർന്ന് സ്നേഹമായിട്ട് സ്കൂട്ടറിൽ പിടിച്ചിട്ട് നേരെ വർക്ക്ഷോപ്പിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നിധിക്ക് ഒരു സ്കൂട്ടർ വാങ്ങാൻ വേണ്ടി അങ്ങനെ സർപ്രൈസ് ആണെന്ന് പറഞ്ഞാണ് പോകുന്നത് കേട്ടോ. അങ്ങനെയൊക്കെയുള്ള രംഗങ്ങളാണ്. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇന്നത്തെ ആ ഒരു വിശേഷത്തിൽ കാണാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള പുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഉറപ്പായിട്ടും കറ്റത്തക്കിളിക്കൂടെ മിസ്സാക്കരുത്, കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ കുഞ്ഞൊരു ചാനലാണെന്ന് സബ്സ്ക്രൈബ് ചെയ്തോടി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.